ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. രാവിലെ കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മളെ കറണ്ട് അങ്ങ് പോയി. രാവിലെ 7 മണിയായപ്പോഴേക്കും ആളങ്ങ് സ്ഥലം വിട്ടു. പിന്നെ നമുക്ക് അയാളിനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, നമ്മൾ അമ്മിക്കല്ലിനെ തന്നെ അങ്ങ് അഭയം പ്രാപിച്ചു. അങ്ങനെ അമ്മിയിൽ അരച്ചു പറക്കി ഇന്നത്തെയും വീണ്ടും അമ്മി തന്നെയാണ് അഭയം, ഇല്ലേ? എത്രയൊക്കെ നമ്മളുണ്ടെന്ന് പറഞ്ഞിരുന്നാലും, എത്രയൊക്കെ കാലങ്ങൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞിരുന്നാലും, നമ്മളെ പഴയ കാലങ്ങളിലോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി തിരിഞ്ഞ് നോക്കണമെന്ന് പറയണത് ഇതാണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അമ്മിയിൽ അരപ്പ് പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം. അങ്ങനെ എൻ്റെ കൊച്ചുമോനൊക്കെ ഉറക്കം എണീറ്റ് വരെയാണ്. രാവിലെ ഞാനിതാ തകർക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെ ഇനി റബ്ബർ പാലെടുക്കാനുള്ള സമയമാണ്. മഴയും ഉണ്ട് പുറത്ത്, മരവും വെട്ടി. അപ്പം മരവും വെട്ടി പാലും എടുക്കണം. അടുക്കള ജോലികളൊക്കെ തീർത്തിട്ട് വേണം ഓടാൻ. അങ്ങനെ ഞാനിതേ അമ്മിയും അരയ്പ്പുമായിട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ ഇന്നെന്താ ദോശയ്ക്ക് ചമ്മന്തി അമ്മിയിലരച്ചു. കറിക്കൊക്കെ ഉച്ച ഊണിനുള്ളതെല്ലാം ഇന്ന് അമ്മിയിലാണ്. എല്ലാ പണിയും തീർന്നപ്പോഴേക്കും ആൾ വന്നു കേട്ടോ. 8 മണിയായപ്പം കറണ്ട് പോകും. നമുക്ക് 8 മണി വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇല്ലേ? നമുക്ക് അമ്മിയും കല്ലും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതല്ലേ, ഇപ്പോഴല്ലേ ഇല്ലാതെ വന്നത്. അപ്പോഴേക്കും വന്നൊരാളെൻ്റെ പുറത്തേറെ വീഡിയോ ഇരിക്കണമെന്ന് അറിയാം. അതുകൊണ്ട് വീഡിയോയിലാണ് നോക്കണത്. ഇനി മൂട്ടിലിറങ്ങൂല, ഇനി ഉയരെ ഇങ്ങനെ കയറി ഇരിക്കും. അതാണ് അവൻ്റെ ഒരു രാവിലെ എണീറ്റ് വന്നാലുള്ള അവിടെ മൊബൈലിരിക്കുന്നതൊക്കെയാണ് പറയണത്. പിന്നെ എന്താ, എല്ലാ നാട്ടിലും മഴയാണോ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ രാവിലത്തെ അടുക്കള പരിപാടികളും പിന്നെ വൈകുന്നേരത്തെ കാപ്പി പരിപാടിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയും ചമ്മന്തി തന്നെയാണ് കേട്ടോ. അത് ഒന്ന് എത്ര മതിയെന്ന് ചോദിച്ചു. പിന്നെ രാവിലെ ഇന്ന് വേറെ കറിയൊന്നും വയ്ക്കാനുള്ള മടിയായിരുന്നു. അപ്പോൾ എനിക്ക് കറണ്ട് പണിയും തോന്നും. അങ്ങനെ നമ്മൾ അമ്മിയിലൊക്കെ അരച്ച് ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഉച്ച ഊണ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാനതൊന്നും കാണിച്ചില്ല. അങ്ങനെ മരിച്ചിനി, മീൻ, അച്ചാറ്, മുളക്, നമ്മളെ കൂമ്പ്, വാഴച്ചുണ്ട് തോരൻ, ഇന്നലത്തെ കുറച്ച് മീൻ, ഇതെല്ലാം കൂടെ ഇന്നത്തെ ഉച്ച ഊണ് കഴിഞ്ഞു. അപ്പം വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ, ദോശയും മുട്ട ആംപ്ലേറ്റും. രാവിലെ അരച്ച ചമ്മന്തിയൊന്നുമല്ല, വൈകുന്നേരം വേറെ ചമ്മന്തിയൊക്കെ അരച്ച് കട്ടൻ ചായയൊക്കെ ഇട്ടാണ് ഇന്നത്തെ രാത്രിയത്തെ അത്താഴം കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുട്ട ഓംപ്ലേറ്റൊക്കെ അടിച്ചു റെഡിയാക്കി വച്ചിട്ട് ദോശക്കല്ലിൽ ദോശയൊക്കെ ഒഴിച്ച് ചുട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആൾ റെഡിയായി കഴിഞ്ഞു. ദോശ, മുട്ട ആംപ്ലേറ്റ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള മീനിൻ്റെ കുറച്ച് പൊരിച്ച മീനുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഓരോന്നും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കട്ടൻ ചായ റെഡിയായി. അങ്ങനെ ഇതാണ് ഇന്നത്തെ രാത്രിയത്തെ അത്താഴം. കട്ടൻ ചായയ്ക്ക് നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചാണ് കേട്ടോ കട്ടൻ ചായ കുടിച്ചത്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.